Welcome to Olukinnam Kidukachi fam. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ എക്സ്ട്രാ വരുന്ന ചപ്പാത്തി ഒരു വെറൈറ്റി ഐറ്റമായി മാറ്റാനുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആ റെസിപ്പി എന്താണെന്ന്. ഇതിലേക്ക് ആവശ്യമുള്ള 2-3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 സവാള, ഒരു വലിയ ക്യാരറ്റ്, ഒരു 2-3 പച്ചമുളക്, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് കൂടാതെ വേണമെങ്കിൽ വേറെ ചില വെജിറ്റബിൾസ്, ക്യാബേജോ ബീൻസോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അടുത്തതായി എടുത്തു വച്ചിരിക്കുന്ന ചപ്പാത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. അത് ക്യൂബ് ഷേപ്പിൽ നല്ല ഷേപ്പായിട്ട് മുറിച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ഞാനിത് സിസേഴ്സ് ഉപയോഗിച്ച് നല്ല ക്യൂബിക്കലായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വച്ചിരുന്ന ചപ്പാത്തി ആവശ്യമുള്ള ഷേപ്പിൽ മുറിച്ച് റെഡിയാക്കി കഴിഞ്ഞു. വെജിറ്റബിൾസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ നിങ്ങൾ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിലോ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യണം. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് പകർന്നു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന രീതിയിലൊന്ന് ആക്കണം. ആ സമയത്ത് തന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. വെജിറ്റബിൾസ് ഒന്ന് പാകത്തിന് പച്ചപ്പ് മാറി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഞാനിത് പിരിയ മുളകാണ്, വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഒരു സ്പൂൺ മുളക് പൊടി, ഒരല്പം ഗരം മസാലപ്പൊടി. അത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ പെരിഞ്ജീരകവും ബാക്കിയുള്ള പട്ടയും അതൊക്കെ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പൊടിച്ച് വെച്ചിട്ട്, അതുകൊണ്ടാണ് 2 പ്രാവശ്യം ഇടുന്ന കാണിച്ചത്. പക്ഷെ രണ്ടും കൂടെ ചേർത്ത് 1 സ്പൂൺ മതിയാവും. പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച്, ഇപ്പോൾ കുരുമുളകിൻ്റെ എരിവ് മാത്രം മതിയെങ്കിൽ മുളക് പൊടി അവോയ്ഡ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ്. പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 സ്പൂൺ സോസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ വെള്ളം കൂടെ ചേർക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി ചെറുതായി ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി കഷ്ണങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. ചപ്പാത്തി ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചപ്പാത്തി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് മല്ലിയില ഒന്ന് നന്നായിട്ട് ഇളക്കണം. മല്ലിയില ഞാൻ ഇട്ട ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. ബിക്കോസ് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഐറ്റമാണിത്. നിങ്ങൾക്ക് മല്ലിയിലേക്ക് കുറച്ചുകൂടെയൊക്കെ ഇടാം. മല്ലിയില കൂടുതൽ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. പിന്നെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് കൊണ്ട് ഞാൻ ചെയ്തത് കൊണ്ടാണ് അതൊക്കെ കുറച്ച് കുറവായിട്ട് തോന്നുന്നത്. നിങ്ങൾക്കെല്ലാം
സ്പ്രിംഗ് ഓണിയൻ, ക്യാബേജ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിപ്പിക്കാനുള്ള ഒരു അവസരം കൂടെയാണ്. ഇത് കൂടുതലും 4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. വൈകുന്നേരത്തെ ഒരു ഡിഷായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് നല്ലപോലെ ഇത് ഇഷ്ടപ്പെടുകയും നമുക്കും അത് നല്ലൊരു ഐറ്റമാണ്. അവസാനം ഞാനതിലേക്ക് ഒരല്പം വെളുത്ത എള്ളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വെളുത്ത എള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഔഷധ മൂല്യം ഉള്ളതാണ്. അത് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നല്ല ഫൈബർ കണ്ടൻറ്റ്, വൈറ്റമിൻ B അടങ്ങിയിട്ടുണ്ട്, നല്ല പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. ഇങ്ങനെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അല്പം വെളുത്ത എള്ളും കൂടെ ഇതിൻ്റെ ഒപ്പം ഉള്ളിലേക്ക് പോയാൽ അത് നല്ലതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഡിഷാണ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ബൈ.